ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഓയൂർ സെൻറ് തോമസ് മാർത്തോമാ ഇടവക യുവജന സഖ്യം ഈ നോമ്പ് കാലത്ത് ഇത്തരത്തിലൊരു ക്രമീകരണം ഒരുക്കിയത് സമൂഹത്തിനും നമുക്കേവർക്കും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അല്പസമയത്തെ ധ്യാന ചിന്തയ്ക്കായി സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കാം. ദയയും വിശ്വസ്തതയും നിന്നെ വിട്ടുപോകരുത്. അവനെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക, നിന്റെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതിക്കൊള്ളുക. നമ്മുടെ ജീവിതത്തെ ആകമാനം ശുദ്ധീകരിക്കുവാനും പുനരാവിഷ്കരിച്ച് നവദർശനത്തോടെ ദൈവത്തിന് വീണ്ടും സമർപ്പിക്കുവാനുമുള്ള ഒരുക്ക നാളുകളാണ് നോമ്പുകാലം. ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നിശ്ചിത ദിവസങ്ങളിൽ വർജിക്കുന്നതിലൂടെ ആത്മനിർവൃതി കണ്ടെത്തേണ്ട ജീവിത അനുഭവമല്ല നോമ്പ്. അനുതാപത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും നാളുകളാണ് ഈ കാലയളവ്. ക്രിസ്തീയ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെയും കുറ്റങ്ങളെയും കുറവുകളെയും കുറിച്ചുള്ള അനുതാപവും അനുരഞ്ജനത്തിലായി തീരുവാനുള്ള നാളുകളുമാണിത്. ഉപവാസത്തിൻ്റെയും ഉപേക്ഷണത്തിൻ്റെയും നാളുകളാണ്. ദയയും വിശ്വസ്തതയും നമ്മിൽ നിന്നും അകന്നു പോകരുത്. ദൈവത്തോടു കൂടെയുള്ള വാസമാണ് ഉപവാസം. ദേഹം, ദേഹി, ആത്മാവ് ഇവ ഒന്നായി ചേർന്ന് പൂർണ്ണമായി ദൈവവുമായി അടുത്തിടപെടുന്ന സമയമാണ് ഈ കാലയളവ്. ചുറ്റുപാടുകളെ മറന്ന് ഹൃദയം ദൈവത്തിൽ ലയിച്ചിരിക്കുന്ന നേരമാണ് ഈ സമയം. സമൂഹത്തിൽ പല കാരണങ്ങളാൽ വേദനപ്പെടുന്ന, നൊമ്പരപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ആശ്വാസമരുളുന്നതായിരിക്കണം ഈ കാലയളവ്. വലിയ നോമ്പുകാലത്ത് അനുഷ്ഠിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട 3 ആചാര അനുഷ്ഠാനങ്ങൾ ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവുമാണ്. ഉപവാസവും പ്രാർത്ഥനയും പ്രായോഗിക തലത്തിൽ എത്തിച്ചേരുന്നതാണ് ദാനധർമ്മം. സ്വയം ത്യാഗം മറ്റുള്ളവരുടെ ഉന്നതിക്കുതകുമ്പോഴാണ് നോമ്പിൻ്റെ ഉദ്ദേശം സാധ്യമായി തീരുന്നത്, അനുഗ്രഹം പ്രാപിക്കുന്നത്. ക്രിസ്തു ക്രൂശിൽ തൻ്റെ ജീവനെ മറുവിലയായി നൽകി മാനവരാശിയെ വീണ്ടെടുത്ത സ്വയത്യാഗത്തിൻ്റെ പുതുദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി ജീവിച്ച് പ്രവർത്തിക്കുവാൻ നമുക്കും കഴിയണം. ദൈവവും മനുഷ്യനും മനുഷ്യനും തമ്മിലും അനുരഞ്ജനത്തിലായി തീരുന്ന ഒരവസ്ഥയാണ് ഈ നോമ്പുകാലം. വസന്തകാലമാണ് നോമ്പുകാലം. ആത്മീയമായി നാം പുഷ്പിക്കപ്പെടുന്ന ഒരവസ്ഥ. ദയയും വിശ്വസ്തതയും നമ്മിൽ നിന്നും വിട്ടുപോകാനായിട്ട് പാടില്ല. അത് കഴുത്തിൽ കെട്ടിക്കൊള്ളുക, അത് നിന്റെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതിക്കൊള്ളുക. യേശു പറഞ്ഞു, യോഹന്നാൻ 12:24, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വിളവുണ്ടാകും. ക്രിസ്തീയ ജീവിതവും ഇതേപോലെയാണ്. ഹോസന്ന ഞായറാഴ്ചയ്ക്ക് ശേഷം 3 ദിവസം യേശു പരസ്യ ശുശ്രൂഷകൾക്ക് ഒന്നും തന്നെ രംഗത്ത് വരുന്നതായിട്ട് കാണുന്നില്ല. പിന്നീട് യേശു വരുന്നത് പെസഹ വ്യാഴാഴ്ചയാണ്. അന്ന് യേശു പാദം കഴുകി വിനയം കാണിക്കുന്നു. മറ്റുള്ളവരെ അംഗീകരിക്കുന്നതിൻ്റെയും ബഹുമാനിക്കുന്നതിൻ്റെയും അടയാളമാണിത്. അടുത്ത ഘട്ടം യേശുവിൻ്റെ ക്രൂശീകരണമാണ്. അതാണ് ദുഃഖവെള്ളിയാഴ്ച, ഗുഡ് ഫ്രൈഡേ. ക്രിസ്ത്യാനികളുടെ ആത്മീയ രംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണിത്. ഇതിലൂടെയെല്ലാം ദൈവം യേശുവിന് മഹത്വം കൊടുക്കുന്നു. മനുഷ്യനാൽ അസാധ്യമായതാണ് ദൈവം നൽകിയത്. മനുഷ്യൻ നൽകുന്ന പ്രശംസകൾക്ക് യാതൊരു വിലയുമില്ല എന്ന് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം നൽകുന്നതിന് എന്നും പ്രസക്തിയുണ്ട്. നമുക്ക് ദുഃഖം വരുമ്പോൾ സഹായിക്കുവാൻ മറ്റാരും കാണില്ല. ദൈവത്തിന് മാത്രമേ ആശ്വസിപ്പിക്കുവാനും തരുവാനും കഴിയൂ എന്ന് നാം മനസ്സിലാക്കണം. എൻ്റെ കൽപ്പനകൾ ആചരിക്കുന്നവൻ ആരോ അവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പിതാവിനാൽ സ്നേഹിക്കപ്പെടും. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ യഥാർത്ഥ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാണ്. എന്നിൽ ഫലം കായ്ക്കാത്ത എല്ലാ ശാഖയും അവൻ നീക്കിക്കളയും. ഫലം കായ്ക്കുന്നതിനെ സംരക്ഷിക്കും. മുന്തിരിത്തണ്ടിന് മുന്തിരിയിൽ വസിച്ചിട്ടല്ലാതെ നല്ല ഫലം കായ്ക്കാൻ സാധ്യമല്ല. അതേപോലെ നിങ്ങളും എന്നിൽ വസിച്ചിട്ടല്ലാതെ നല്ല ഫലം ലഭിക്കയില്ല. നാം നോമ്പാചരിക്കുന്ന ഈ അവസരത്തിൽ യേശുവിൻ്റെ പാത പിൻപറ്റി മുന്നോട്ട് പോകാൻ നമുക്കും സാധിക്കണം. ഓരോ തരത്തിൽ അന്ധകാരത്തിൽ കഴിയുന്ന ചിലരുടെയെങ്കിലും ജീവിതത്തിൽ വിളക്കുകൾ തെളിക്കുവാൻ നമുക്ക് സാധിക്കണം. ദുഃഖിതരായി കഴിയുന്നവരോട് സാന്ത്വനത്തിൻ്റെ ഒരു വാക്കുകൾ പറയുവാൻ കഴിയണം.
ലോകപ്രസിദ്ധ സാഹിത്യകാരൻ ബെർണാഡ് ഷാ പറഞ്ഞത്, എൻ്റെ ജീവിതം ഞാൻ സ്നേഹിക്കുന്ന സമൂഹത്തിന് അവകാശപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ്. നമ്മുടെ സകല പാപങ്ങൾക്കും പരിഹാരമായി യേശു ക്രിസ്തു ക്രൂശിതനായി. ഒരിക്കലൊരു ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതത്തിലുണ്ടായ ദുഃഖ സാഹചര്യങ്ങളിൽ എഴുതിയൊരു കവിതയുണ്ട്. നമ്മുടെ സകല പാപങ്ങളും ദുഃഖങ്ങളും താങ്ങാൻ എത്ര നല്ല സുഹൃത്താണ് യേശു. എല്ലാം പ്രാർത്ഥനയിൽ ദൈവത്തിങ്കലേക്ക് വഹിക്കാമെന്നത് എത്ര ഭാഗ്യം. എത്ര സ്വസ്ഥത വെറുതെ നാം നഷ്ടപ്പെടുത്തുന്നു. എത്ര നൊമ്പരം നാം വെറുതെ വഹിച്ചിടുന്നു. എല്ലാം പ്രാർത്ഥനയിൽ ദൈവത്തിങ്കലേക്ക് വഹിക്കാത്തത് കൊണ്ട് മാത്രം കഷ്ടത നേരിടുന്നു. ഈ ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതത്തിൽ പ്രയാസം നേരിട്ടപ്പോൾ അദ്ദേഹം ധാരാളം വിഷമിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടന്നതിന് ശേഷം അദ്ദേഹം അവസാനം സാന്ത്വനത്തിൻ്റെ ഒരു രീതിയിൽ എത്തിച്ചേർന്നതിൻ്റെ ഭാഗമാണ്, അതിൻ്റെ അനന്തരഫലമായിട്ടാണ് അദ്ദേഹം ഈ കവിത എഴുതുവാനിടയായത്. നമ്മുടെ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെല്ലാം ഉടനെ മാറ്റിത്തരണമേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. ആശ്വാസം ലഭിക്കാതെ വരുമ്പോൾ നാം ദൈവത്തോട് മുറുമുറുക്കാൻ തുടങ്ങുന്നു. ഉള്ള സമാധാനവും അതേപോലെ നഷ്ടപ്പെടുന്നു. ഓരോ കാരണത്താൽ ജീവിതത്തിൽ ഒട്ടേറെ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നവരാണ് നാം ഓരോരുത്തരും. ഈ സമയത്തെല്ലാം തന്നെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ദുഃഖങ്ങൾ ദൈവസന്നിധിയിൽ എത്തിക്കുവാൻ നാം ശ്രമിക്കണം. ദുഃഖങ്ങൾ സകലതും പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ കൊണ്ടുവരാനായി നമുക്ക് കഴിയണം. ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം നയിക്കാനായി നമുക്ക് കഴിയണം. ദയയും കരുണയും മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗുണങ്ങളാണ്. ദയ ജ്ഞാനത്തേക്കാൾ പ്രാധാന്യം ഏറിയതാണ്. ദയയില്ലെങ്കിൽ ജീവിതം ഉണങ്ങി വരണ്ട നിലം പോലെയാണ്. കരുണയില്ലാത്ത മനസ്സ് എപ്പോഴും കാഠിന്യമുള്ളതാണ്. മനസ്സലിവ് കരുണയുടെ പര്യായമാണ്. നോമ്പാചരിക്കുന്ന ഈ സമയത്ത് നാം ഓർക്കേണ്ടത് ക്രിസ്തീയ ജീവിതത്തിൽ ദയയ്ക്കും മനസ്സലിവിനും താഴ്മയ്ക്കും പ്രധാന സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. ഇവയൊന്നും കൂടാതെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയില്ല. ലോകത്തിൽ ഏതു മനുഷ്യനും കഷ്ടതയുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുന്നു. ഓരോ വ്യക്തിയുടെയും വളർച്ചയിലും സമർപ്പണത്തിലും യേശു ആരാണ് എന്ന ധാരണ അനിവാര്യമാണ്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. മത്തായി 6:33 പ്രഖ്യാപിക്കുന്നത് ഇതാണ്. നാളെ എങ്ങനെയായിരിക്കുമെന്നതോർത്ത് പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നമ്മെ നടത്തും എന്ന ചിന്തയുണ്ടാകണം. നല്ല പ്രത്യാശയുണ്ടാകണം. ക്രിസ്ത്യാനികളുടെ പ്രത്യാശ എന്ന് പറയുന്നത് ശരീരം അതിൻ്റെ സ്ഥാനത്ത് അസ്തമിക്കുമ്പോൾ ആത്മാവ് അതിൻ്റെ സ്ഥാനത്ത് ഉദയം ചെയ്യുന്നു എന്നുള്ളതാണ്. ആയതിനാൽ മരണം ആത്മാവിനൊരു നേട്ടമാണ്. ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉറവിടം തന്നെ. കായിക ജീവിതത്തിൽ പരിശീലനം ആവശ്യമാണെന്ന പോലെ ക്രിസ്തീയ ജീവിതത്തിലും ആത്മീയ പരിശീലനം എല്ലാ ദിവസവും ആവശ്യമാണ്. ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം നയിക്കുന്നതിന് വേണ്ടി നാം ആ പാതയിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയണം. കഷ്ടങ്ങളും പ്രയാസങ്ങളും നേരിടുമ്പോൾ പിറുപിറുക്കുന്നതിന് പകരം യേശുവിനെ മുറുകെ പിടിക്കുവാൻ നമുക്ക് കഴിയണം. ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ എന്ന യേശുവിൻ്റെ വാക്കുകൾ സ്വീകരിച്ച് അവൻ്റെ പാത പിൻപറ്റി നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് നീങ്ങുവാനായിട്ട് ശ്രമിക്കണം. ഈ നോമ്പാചരണ വേളയിൽ നമുക്കതിന് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. ഇങ്ങനെ ഇവിടെ ഈ ഒരു അവസരം ഒരുക്കി തന്ന നമ്മുടെ ഇടവക വികാരി ബഹുമാനപ്പെട്ട ജോയേഷ് ജോൺ അച്ഛനോടും യുവജന സഖ്യം സെക്രട്ടറി ആശിഷ് സി മാത്യുവിനോടും ഇടവക അംഗങ്ങളോടും എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും സന്തോഷവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.